ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ തങ്കമണി. ദിലീപിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ സിനിമയായ തങ്കമണി എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഒരു മോശം അഭിപ്രായങ്ങൾ നേരിടുക്കുമെന്നാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകരുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ. ആ മോശം അഭിപ്രായങ്ങൾ എന്ന വാക്കിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ആദ്യ ദിവസം അത്ഭുതങ്ങൾ സംഭവിക്കുമോ തിയേറ്ററുകളിൽ എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ കൊച്ചി വിനിത തിയേറ്ററിൽ നിന്നുള്ള കുറച്ചധികം നല്ല അഭിപ്രായങ്ങൾ, അതും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഷോയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ മാറ്റി നിർത്തിയാൽ ഒട്ടും തന്നെ മികച്ച അഭിപ്രായങ്ങളല്ല തങ്കമണി എന്ന സിനിമ ആദ്യ ദിവസം നമ്മുടെ സിനിമ നിരൂപകരിൽ നിന്നടക്കം നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന് ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ നിരൂപകരിൽ നിന്ന് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമ തങ്കമണിയിലെ പോലീസ് നാരായണന്റെ കഥയും തുടർന്നുള്ള റിവെഞ്ച് എല്ലാം തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നല്ലൊരു വിഷയമായിരുന്നു സിനിമയുടേതെങ്കിൽ പോലും നല്ലൊരു ടീമിന്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ മോശമായി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് തങ്കമണി എന്നും, ഒപ്പം തന്നെ ടെക്നിക്കൽ സൈഡിൽ സിനിമാറ്റോഗ്രാഫി ഒഴികെയുള്ള മറ്റെല്ലാ മേഖലയും പരാജയപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ടീസർ ട്രെയിലർ എല്ലാം തന്നെ വന്നപ്പോൾ സീരിയൽ നിലവാരം എന്നൊരു അഭിപ്രായം സിനിമ നേടിയെടുത്തിരുന്നു. അത് തന്നെയാണ് ആകെ മൊത്തത്തിൽ തിയേറ്ററുകളിലും സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ്, അസീസ് നെടുമങ്ങാട്, നീതാ പിള്ള, പ്രണീത സുഭാഷ്, ഒപ്പം തന്നെ അജ്മൽ അമീർ തുടങ്ങി വലിയ താരനിര, അതായത് വിരലിലെണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ താരനിരയുള്ള സിനിമയാണല്ലോ തങ്കമണി. സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിലീപ് പതിവ് പോലെ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാക്കിയെന്നും, കൂടാതെ അസീസിനും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീതാ പിള്ളയ്ക്ക് ഒരു ഓക്കെ പ്രകടനമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മറ്റെല്ലാവരും തന്നെ സിനിമയിൽ കൂടുതൽ മിസ്കാസ്റ്റ് എന്നൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ തങ്കമണി എന്ന സിനിമ ആദ്യ ദിവസം തന്നെ മോശം അഭിപ്രായങ്ങൾ, നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. വിനിത തിയേറ്ററിൽ നിന്നുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങൾ വഴിയും, ഒപ്പം തന്നെ താഴെ കമന്റ് ബോക്സിലെ PR പോസിറ്റീവ് കമന്റുകൾ വഴിയും ഇനി സിനിമ തിയേറ്ററുകളിലെ വിജയിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ ദിലീപ് സിനിമ തങ്കമണിയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.